നമസ്തേ. ഞാൻ ഇത്തരം ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം രാജ്യത്താകെ നടക്കുന്ന വഖഫ് അനാവശ്യ വിവാദത്തിനുള്ള പ്രതികരണമായിട്ടാണ്. പാർലമെന്റിൽ പുതുതായി വന്നിട്ടുള്ള വഖഫ് നിയമത്തിന്റെ പേര് കേട്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഉമീദ് എന്നാണ്. യൂണിഫൈഡ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. എനിക്ക് തോന്നുന്നത് പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന് ഇത്രയും ഭംഗിയുള്ളൊരു പേര് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ആ നിയമം മുസ്ലിങ്ങളെ എംപവർ ചെയ്യാനാണ്, വഖഫ് ബോർഡിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനാണ്, മുസ്ലിങ്ങളുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഈ വഖഫ് ബോർഡിന്റെ പ്രാധാന്യം ഭാരതീയരോട് ആദ്യം പറഞ്ഞത് ആരാന്നറിയോ? ഡോക്ടർ മൻമോഹൻ സിംഗ് മുസ്ലിങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു, സച്ചാർ കമ്മീഷൻ. ആ കമ്മീഷൻ പറഞ്ഞത് റെയിൽവേക്കാൾ ഡിഫൻസിനേക്കാൾ വലിയ ഭൂമിയുടമയാണ് വഖഫ് ബോർഡ്, എന്നിട്ട് മുസ്ലിങ്ങൾ ദരിദ്രരായി കഴിയുന്നു. എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വഖഫ് ബോർഡ് നിന്ന് കിട്ടുന്ന വരുമാനം ഏകദേശം 116 കോടി രൂപയാണ്. അല്ല, 12,000 കോടി കിട്ടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സച്ചാർ കമ്മീഷനെ ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നു, സച്ചാർ കമ്മീഷൻ തെറ്റുപറ്റിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ ഭേദഗതി 1 വർഷം കഴിയുമ്പോഴേക്ക് വഖഫ് ബോർഡിന്റെ വരുമാനം സച്ചാർ കമ്മീഷൻ പറഞ്ഞ 116 കോടിയല്ല, കിട്ടുന്ന 116 കോടിയല്ല, അദ്ദേഹം പ്രതീക്ഷിച്ച 12,000 കോടിയല്ല, അതിന്റെ 5-6 മടങ്ങ്, ഒരു 50-60,000 കോടി രൂപയുടെ വരുമാനമായി വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുസൽമാനാണ് ഞാൻ. കാരണം ഇന്ന് വഖഫ് ബോർഡ് നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമാണ്, ഭൂസ്വാമിമാരാണ്. അവരിൽ നിന്ന് രക്ഷിക്കാനുള്ള ബില്ലാണ് ഇത്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് ഭരിക്കുന്ന 10-60 കൊല്ലം എന്തായിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്ഥിതി? കഷ്ടായിരുന്നു. ഒരു താരട്ട് റോഡ് അവസാനിക്കുന്നിടത്താണ് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങുന്നത്. ഒരു വൈദ്യുതി ലൈൻ, ഒരു വാട്ടർ സപ്ലൈ ലൈൻ അവസാനിക്കുന്നിടത്താണ് മുസ്ലിങ്ങളുടെ കോളനി, ഇരുണ്ട കോളനി തുടങ്ങിയത്. ആ സ്ഥിതി, ആ ദയനീയമായ വിവേചനം അവസാനിപ്പിച്ചത് ആരാന്നറിയോ? യോഗി ആദിത്യനാഥാണ്. മോദി ഇന്ത്യയിൽ, വിശേഷിച്ച് വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 1 രൂപയുടെ അഴിമതി ഞങ്ങൾ അതിൽ നടത്തിയിട്ടില്ല, പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അതുപോലെ വഖഫിനെ ശുദ്ധീകരിക്കാനാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ചിലർ പറയുന്നു ഈ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ കൊണ്ടുവന്നിരുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഫിഷ്യൻസി, ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ആശയം. സ്വാഭാവികമായും മുൻ ജഡ്ജിമാരെ നിശ്ചയിക്കുമ്പോൾ എല്ലാ മുസ്ലിങ്ങളാവണമെന്നുണ്ടോ? മുൻ MLA, രാജ്യസഭ, ലോക്സഭ MPമാരെ നിശ്ചയിക്കുമ്പോൾ, കളക്ടർ നിശ്ചയിക്കുമ്പോൾ എല്ലാ മുസ്ലിങ്ങൾ ആവണമെന്നുണ്ടോ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇത് മഹല്ല് കമ്മിറ്റിയല്ല, മദ്രസ കമ്മിറ്റിയല്ല, ഹജ്ജ് കമ്മിറ്റിയല്ല. ഇത് ലോകത്തിലെ മിക്കവാറും മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിലെ വഖഫ് ബോർഡ്. ഒരു വലിയ സമ്പന്നമായ ഒരു അതോറിറ്റി. ആ അതോറിറ്റിയിലെ അഴിമതി അവസാനിപ്പിക്കാൻ, കള്ളത്തിന് അവസാനിപ്പിക്കാൻ, പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭേദഗതി നിയമം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നരേന്ദ്രമോദിയെ, കേന്ദ്ര ഗവൺമെന്റിനെ മുസ്ലിം സമൂഹത്തിൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാശ്മീരിൽ പ്രത്യേക നിയമം എടുത്തു കളഞ്ഞു. എന്തായിരുന്നു അതിനു മുമ്പ്? കയ്യിൽ കരിങ്കല്ലുമായി പട്ടാളത്തിന്റെ കണ്ണ് നോക്കി എറിയുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നെന്താ സ്ഥിതി? അവിടെ വരുന്ന കോടിക്കണക്കിന് ടൂറിസ്റ്റുകളെ പൂക്കളുമായി സ്വീകരിക്കുന്ന യുവാക്കളെയാണ് കാശ്മീരിൽ കാണാൻ പറ്റുന്നത്. കാശ്മീർ രക്ഷപ്പെട്ടിരിക്കുന്നു. കാശ്മീരിന്റെ സുവർണകാലം, അക്ഷരാർത്ഥത്തിൽ ഇന്ന് കാശ്മീർ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റിയ ആളാണ് നരേന്ദ്രമോദി.
തീവ്രവാദം അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ CIA കൊണ്ടുവന്നു. എന്താ പറഞ്ഞത്? മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്നാണ്. അമിത്ഷാജി പാർലമെന്റ് ചോദിച്ചു, ഒരു മുസ്ലിമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് ഉത്തരമില്ല. ഞാൻ മോദിയെക്കുറിച്ച് കാണുന്നത് എന്റെ മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്, എന്റെ ഉമ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അദ്ദേഹത്തിന്റെ വെളുത്ത താടിയും ആ മുഖവും കണ്ടാൽ നല്ല പ്രകാശം പരത്തുന്ന ദീനിയായ മനുഷ്യനാണെന്ന് തോന്നുന്നു. അതെ, നരേന്ദ്രമോദി സത്യത്തിന്റെ പക്ഷത്താണ്, പാവങ്ങളുടെ പക്ഷത്താണ്. അദ്ദേഹത്തിന്റെ മതം തന്നെ വികസനമാണ്. ആ വികസന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളുള്ളതാണ് വഖഫ് ഭേദഗതി നിയമം. ഇത്തരമൊരു നിയമം വരാൻ തന്നെ കാരണം എന്താണെന്നറിയോ? കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രീണന രാഷ്ട്രീയമാണ്. 1995-ൽ 2013-ൽ അവർ കൊണ്ടുവന്ന സെക്ഷൻ 40, അതുപോലെ തന്നെ വഖഫ് ബൈ യൂസർ, അതുപോലെ തന്നെ കോടതിക്കും ഭരണഘടനയ്ക്കും മുകളിൽ ട്രൈബ്യൂണലിന് നൽകിയിട്ടുള്ള അമിതാധികാരമാണ് ഈ ഒരു നിയമത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും വളരെ മനസ്സിരുത്തി ശാന്തമായി അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടുത്തെ മുസ്ലിം വിശ്വാസികൾ വഖഫ് നിയമത്തെക്കുറിച്ച് പഠിക്കണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ, അഭ്യർത്ഥന. നന്ദി, നമസ്കാരം. Look, I am appealing to my brothers and sisters in the Muslim community not to be led astray by the poison, by the propaganda that is being filled in their heads by parties like Mamata Banerjee's parties, the Congress party. This bill is pro-poor Muslim. This bill is as much about pro-Muslim community, the women in the Muslim community, as it is about anything else, as it is about aligning the bill to the constitution. So don't get led astray by people who are filling your head with poison. This has been the politics of Mamata Banerjee. This has been the politics of Congress party, from whom Mamata Banerjee has learned this politics, which is dividing people with lies, filling their head with poison and misinformation, and putting them on a course of confrontation when there is no need for any of this. This bill does not affect any right of any Muslim citizen of India. This is a bill that is aimed at helping and bringing transparency in the operation of the Waqf board so that the poor Muslims are benefited, not rich builders, as we saw in Karnataka, who take away the land of the Waqf and then enrich themselves. This is good for the Muslim community, especially for the poor in the Muslim community, and I appeal to them not to be led astray or not to be manipulated and not to be made into vote banks by these very, very shameless. आज 75 साल में पहली बार ये कह सकते हैं कि वक्फ अमेंडमेंट बिल के अंदर बोहरा कम्युनिटी के एक सेक्शन को रिकॉग्नाइज किया गया सर. वी आर क्वाइट हैप्पी. उन्होंने हमारी बात सुनी. आज जब हम बात करते हैं कि सबका साथ सबका विकास, पीएम साहब ने मेजॉरिटी को तो साथ में रखा है, पीएम साहब माइनॉरिटी और माइनॉरिटी विद इन माइनॉरिटी को भी नहीं छोड़ते और वो उनका साथ लेके बल्कि उनके परेशानी को अपनी परेशानी समझ के चलते हैं. प्राइम मिनिस्टर साहब ने जो ये स्टेप लिया है खास करके हमारे लिए ये फायदेमंद है, तो इसके लिए हम आज प्राइम मिनिस्टर साहब का धन्यवाद करने के लिए आए. आपकी हम्बलनेस, आपकी ह्यूमिलिटी साहेब लाजवाब है. हमारा माइम कहेवाय છે સાહેબ, જે નમા રબને ગમા. સાહેબ તમારા તો નામમાં જ નમો છે. નમો અમે સૌને ગમો.